എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുമ്പോൾ നിരവധി തരത്തിലുള്ള സംശയങ്ങളാണ് പ്രിയ വിദ്യാർത്ഥിനികൾ കമന്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നത്. യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ എന്താണ് കേരള യൂണിവേഴ്സിറ്റിയെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകൾ, പഠന വകുപ്പുകൾ, സെന്ററുകൾ എന്നിവിടങ്ങളിലെ ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ യൂണിവേഴ്സിറ്റി ആരംഭിച്ചു. നിരവധി വിദ്യാർത്ഥികൾ ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടു. ബട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ A to Z വിവരങ്ങൾ അടങ്ങിയിട്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മുഴുവനായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും വീഡിയോ നിർബന്ധമായി മുഴുവനായിട്ടും കാണുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനായി നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന ലിങ്ക് കാണാൻ സാധിക്കും. DOA ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ FYUGP എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. FYUGP അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്ന പേജിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ, സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നൊക്കെ ഓപ്ഷൻ കാണും. ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അല്ല, നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ പേരും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിക്കുന്ന നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ എന്ത് ചെയ്യണം, യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. അതിൽ യൂസർ ഐ ഡി എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ഐ ഡി എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇമെയിലായിട്ടും അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ഐ ഡി അയച്ചു തരും. ആപ്ലിക്കേഷൻ ഐ ഡി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇമെയിലായിട്ടും പിന്നെ മെസ്സേജ് ആയിട്ടും അയച്ചു തരും. പാസ്വേഡ് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വന്തമായി ക്രിയേറ്റ് ചെയ്യേണ്ട സാധനമാണ് പാസ്വേഡ്. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിൽ സ്റ്റുഡൻറ്റ് ലോഗിനാണ്. നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാൻ ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം തുറന്നു വരുന്ന പേജിൽ വിദ്യാർത്ഥിനികൾക്ക് എന്ത് ചെയ്യും, ആ ലോഗിൻ എന്ന പേജിൽ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പത്തെ ഉണ്ടായിരുന്ന യൂസർ ഐ ഡി, അത് ആപ്ലിക്കേഷൻ നമ്പർ യൂണിവേഴ്സിറ്റി അയച്ചു തന്ന ഒരു നമ്പറാണ്. അതിൽ ക്യാപിറ്റൽ ലെറ്ററും നമ്പറും കാര്യങ്ങളൊക്കെ കാണും. അതെല്ലാം കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. പിന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ച ഉണ്ടെങ്കിൽ അതും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് ലോഗിനായി. ഇനി നിങ്ങൾക്ക് അക്കാദമിക് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാദമിക് ഡീറ്റെയിൽസ്, പിന്നെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, കോളേജ് ആൻഡ് കോഴ്സ് സെലക്ഷൻ, ഫീ പേയ്മെൻറ്റ് ആൻഡ് ഫൈനൽ സബ്മിഷൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം ചെയ്യേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് വരുമ്പോൾ നിങ്ങളുടെ പേര്, +2 രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ ഫാദർ ഓർ ഗാർഡിയൻ്റെ നെയിം, ആധാർ നമ്പർ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അത് രജിസ്റ്റേർഡ് മീൻസ് യൂസ് ആക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി. നിങ്ങൾ ഈ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിരന്തരം യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ സ്പോട്ട് അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന മൊബൈൽ നമ്പറിലാണ് നിങ്ങളുടെ സ്പോട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് വേണ്ടി ഓരോ കോളേജിലും കൊണ്ടുപോയി അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഓരോ കോളേജിലും കൊണ്ടുപോയി ഇടുമ്പോൾ, അലോട്ട്മെൻറ്റ് ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഓരോ കോളേജിലും കൊണ്ട് സമർപ്പിക്കുമ്പോൾ നിങ്ങളെ അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള വിവരം, ഇല്ലയോ എന്നുള്ള വിവരമല്ല, കിട്ടിയാലേ അറിയിക്കുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ വിവരം നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് SMS ആയിട്ടോ ഇമെയിൽ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ നിരന്തരം ആക്റ്റീവുള്ള ഒരു മൊബൈൽ നമ്പറും നിരന്തരം ആക്റ്റീവുള്ള ഒരു മൊബൈൽ നമ്പറും നിരന്തരം ആക്റ്റീവുള്ള ഒരു ഇമെയിൽ ഐ ഡിയും നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ള സ്പോട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്കും കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്കും, നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി, നിങ്ങൾ
നിങ്ങളാ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്കും നിങ്ങളാ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്കുമാണ് മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങളാ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്കും നിങ്ങളാ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്കുമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയോ സ്പോട്ട് അഡ്മിഷനിലുള്ള. ഇപ്പം മെസ്സേജ് ഒന്നും വരില്ല, അത് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. പക്ഷേ സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയോ എന്നുള്ള വിവരം അധ്യാപകർ നിങ്ങളെ ഫോണുമായി ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെയാണ് നിങ്ങളെ വിളിക്കുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽസ് ഇങ്ങനെയൊക്കെയാണ്, ആധാർ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനി അക്കാദമിക് ഡീറ്റെയിൽസ് പറഞ്ഞാൽ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ രജിസ്റ്റർ നമ്പറും മാർക്കും എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് ആണ് അക്കാദമിക് ഡീറ്റെയിൽസ്. സാധാരണ നിങ്ങൾ SLC കഴിഞ്ഞ് +1 അലോട്ട്മെൻറ്റിന് വേണ്ടി പോകുമ്പോൾ നിങ്ങളൊരു കേരള സിലബസ് വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളവിടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ 10 വിഷയങ്ങളും അതിലെ മാർക്കും ഓട്ടോമാറ്റിക്കലി അവിടെ അപ്ഡേറ്റ് ആകും. നിങ്ങൾ SLCയുടെ രജിസ്റ്റർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, കേരള സിലബസ് വിദ്യാർത്ഥികളുടെ. അപ്പോൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങളുടെ വിവരങ്ങൾ, അത് മാർക്ക് വിവരങ്ങൾ അവിടെ വരും. പക്ഷേ ഇവിടെ ഡിഗ്രിക്ക് അങ്ങനെ വരില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലസ് ടുവിലെ 6 വിഷയങ്ങളും അതിൽ എത്ര മാർക്ക് നിങ്ങൾ നേടി, മാക്സിമം മാർക്ക് എത്രയാണ്, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്ലസ് ടുവിലെ 6 വിഷയങ്ങൾ അവർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 6 വിഷയങ്ങളിലും നിങ്ങൾ +1ഉം +2ഉം കൂടെ എത്ര നേടി, എത്ര മാർക്കാണ് മാക്സിമം എന്നിങ്ങനെ ഇത് 3ഉം കൃത്യമായിട്ട് എൻ്റർ ചെയ്തു. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഓരോ വിഷയം 200 മാർക്കിനാണ്, +1 100 +2 100. അപ്പം ഈ 200 എന്ന സംഖ്യയിൽ നിങ്ങൾ എത്ര നേടി. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ +1 100 +2 200. അപ്പോൾ +1 100 +2 100, അപ്പോൾ ടോട്ടൽ 200. അപ്പം എന്ത് ചെയ്യണം, ഇപ്പോൾ എനിക്ക് ഹിസ്റ്ററിയിൽ നിന്ന് അടിച്ചു കൊടുത്തു, എനിക്ക് കിട്ടിയത് ഒരു 180 മാർക്കാണെന്ന് വിചാരിച്ചോ. അപ്പം ഇത് സ്കോർ മാർക്കാണ്, ഞാൻ സ്കോർ ചെയ്തത് 200 മാക്സിമം 200, ഞാൻ 150 സ്കോർ ചെയ്തു. അങ്ങനെ 6 വിഷയങ്ങളും നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ഹിസ്റ്ററി എന്ന വിഷയത്തിന് സ്കോർ ചെയ്ത മാർക്ക്, ഞാൻ സ്കോർ ചെയ്ത മാർക്ക് 180 ഹിസ്റ്ററി എന്ന വിഷയത്തിന് ഞാൻ സ്കോർ ചെയ്തത് 180, അതിന് മാക്സിമം മാർക്ക് 200. അങ്ങനെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ 6 വിഷയങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത പേജ് നിങ്ങൾക്ക് മിക്കവാറും ഏതായിരിക്കും വരുന്നത്, കോളേജ് ഓർ കോഴ്സ് സെലക്ഷനോ ഫോട്ടോയോ സിഗ്നേച്ചറോ അപ്ലോഡ് ചെയ്യാനുള്ള, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ആദ്യം നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറിൻ്റെ കാര്യം നോക്കാം. അവിടെ വലിയ പണിയൊന്നുമില്ല. നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും മാത്രമേ അവിടെ ഉള്ളൂ. അടുത്തത് കോളേജ് ആൻഡ് കോഴ്സ് സെലക്ഷൻ. നിങ്ങൾ +1 അലോട്ട്മെൻറ്റിന് വേണ്ടി സ്കൂളും കോഴ്സും കോഴ്സുകളും നൽകിയ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, കോളേജ്, നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള കോളേജ്, പോകാൻ ആഗ്രഹമുള്ള കോഴ്സ് എന്നിങ്ങനെ നിങ്ങൾക്ക് നൽകണം. പരമാവധി 20 ഓപ്ഷൻ വരെ ഒരു വിദ്യാർത്ഥിനിക്ക് നൽകാം. പരമാവധി 20 ഓപ്ഷൻ വരെയാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് നൽകാൻ സാധിക്കുക. അടുത്തതേക്കാണ് ഫീ പേയ്മെൻ്റ് ആണ്. ഇനി നിങ്ങളുടെ ഫീ പേയ്മെൻ്റ് ആണ്, അത് SC/ST വിദ്യാർത്ഥികൾക്ക് 205. SC/ST കാറ്റഗറിയിൽ പെടുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ 205 രൂപയാണ് അടയ്ക്കേണ്ടത്. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് 205. എന്നാൽ ജനറൽ മറ്റ് വിഭാഗങ്ങൾക്ക് 495. ജനറൽ മറ്റ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് 495 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. ഒന്നും കൂടെ പറഞ്ഞാൽ SC/ST വിദ്യാർത്ഥികൾക്ക് 205ഉം ജനറൽ മറ്റ് വിഭാഗങ്ങൾക്ക് 495 രൂപയുമാണ് അടയ്ക്കേണ്ടത്. SC/ST വിദ്യാർത്ഥികൾക്ക് 205ഉം ബാക്കിയുള്ള വിഭാഗങ്ങൾക്ക്, ജനറൽ പോലെയുള്ള വിഭാഗങ്ങൾക്ക് 495ഉം. ഒന്നും കൂടെ നോക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 205, ജനറൽ മറ്റ് വിഭാഗങ്ങൾക്ക് 495 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. ഈ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്നുള്ളത് ഫൈനൽ സബ്മിഷനാണ്. ഫൈനൽ സബ്മിഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷനാണ്. അതായത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ആദ്യം മുതൽ നിങ്ങൾ നൽകിയ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാദമിക് ഡീറ്റെയിൽസ്, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, കോളേജ് ആൻഡ് കോഴ്സ് എല്ലാം നിങ്ങൾക്കൊരു വലിയൊരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വിവരങ്ങളെല്ലാം കറക്റ്റാണെങ്കിൽ
താഴെ ഐ ഡിക്ലെയർ എന്നൊരു ബോക്സ് ഉണ്ട്, അതിൽ ടിക്ക് ചെയ്യുക. ശേഷം കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ. നിങ്ങൾ എല്ലാ വിവരങ്ങളും കറക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു നിങ്ങളോടൊരു പെർമിഷനാണ് ചോദിക്കുന്നത്, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ അപേക്ഷ ഫൈനൽ സബ്മിഷൻ ചെയ്യുക. നിങ്ങൾ അവിടെ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതെന്നാന്ന് ഞാൻ വച്ചു കഴിഞ്ഞാൽ, ഞാൻ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശരിയാണ്, അഡ്മിഷൻ സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാക്കാൻ, അതായത് എനിക്ക് ലഭിച്ച സീറ്റ് റദ്ദ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് അധികാരമുണ്ടെന്ന്. ആ പെർമിഷൻ നിങ്ങളോട് ഇത്രയും മാത്രമാണ്. അതായത് നിങ്ങൾ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും, അല്ലെങ്കിൽ വേണ്ട, ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഞാൻ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ അവിടെ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഞാൻ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു. അഡ്മിഷൻ ടൈമിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുന്ന പക്ഷം യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ ടൈമിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുന്ന പക്ഷം യൂണിവേഴ്സിറ്റിക്ക് എൻ്റെ അഡ്മിഷൻ റദ്ദ് ചെയ്യാൻ അവകാശമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട കഴിഞ്ഞു. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ, തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാലും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാലും, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നാലും, തേർഡ് അലോട്ട്മെൻറ്റ് വന്നാലും, ഈ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാലും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാലും, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നാലും, തേർഡ് അലോട്ട്മെൻറ്റ് വന്നാലും, നിങ്ങൾക്ക് അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജസ് ഏതാണ് നല്ലത്? ഗവൺമെൻറ് കോളേജ് നല്ലതാണ്, എയ്ഡഡ് കോളേജ് നല്ലതാണ്, സെൽഫ് ഫിനാൻസ് കോളേജ് നല്ലതാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന കോളേജാണ്, ഗവൺമെൻറ് കോളേജാണ്. അവിടെ നിങ്ങൾക്ക് പൈസ ഇല്ലാതെ പഠിക്കാം. എയ്ഡഡ് കോളേജ് എന്ന് പറയുമ്പോൾ, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഗവൺമെൻറ് കോളേജ്, പൈസ ഇല്ലാതെ പഠിക്കാം. എയ്ഡഡ് കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റും അല്ല, സെൽഫ് ഫിനാൻസും അല്ല. അവിടെ നിങ്ങൾക്ക് മെറിറ്റ് സീറ്റും ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. എയ്ഡഡ് കോളേജിൽ എന്തുണ്ട്? മെറിറ്റ് സീറ്റും ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. അതിൽ മെറിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നൽകുന്നതാണ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കോളേജുകാർ അവർക്കിഷ്ടമുള്ള വിദ്യാർത്ഥികളെ എടുക്കുന്നതാണ്. അതിൽ മെറിറ്റിൽ നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നത്, അത് എയ്ഡഡ് കോളേജിൽ മെറിറ്റ് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങളോടെ നിങ്ങൾക്ക് പഠിക്കാം. എയ്ഡഡ് കോളേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ, മെറിറ്റ് പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന അതേ ആനുകൂല്യങ്ങളോടെ നിങ്ങൾക്ക് എയ്ഡഡിൽ പഠിക്കാം. എന്നാൽ എയ്ഡഡ് കോളേജിൽ നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റാണ് പ്രവേശനം നേടുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ ഫീസുകളും, ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ അടയ്ക്കേണ്ട എല്ലാ ഫീസുകളും നിങ്ങൾ അടയ്ക്കേണ്ടി വരും. സെൽഫ് ഫിനാൻസ് കോളേജ് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫുൾ എമൗണ്ടും നിങ്ങൾ തന്നെ കൊടുത്ത് നിങ്ങൾ തന്നെ പഠിക്കുന്ന കോളേജാണ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ. എത്ര പൈസ അടയ്ക്കേണ്ടി വരും? ഞാൻ പറഞ്ഞു, SC/ST വിദ്യാർത്ഥികൾക്ക് 205, ജനറൽ മറ്റ് വിഭാഗങ്ങൾക്ക് 495 രൂപയുമാണ് ഒരു വിദ്യാർത്ഥിനി അടയ്ക്കേണ്ടി വരിക. നമ്മൾ ഈ വീഡിയോയിലൂടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെ A to Z വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങളെ വെറുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയും നേരം, സാധാരണ ഞാൻ വളരെ കുറച്ച് ടൈം കൊണ്ട് കൂടുതൽ പറയുന്ന ആളാണ്, അധികം നേരം വീഡിയോ എടുത്ത് വെറുപ്പിക്കുന്ന ആളല്ല. ബട്ട് കൂടുതൽ സമയം പറയേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കാണുക. എന്നിട്ടും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ തരാൻ കമൻറ്റ് ചെയ്യുക. മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് തന്നെ ഇടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ആയിട്ടിടും. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഇസ് കറിയ. ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.